ഒരുപക്ഷെ ഒരു നിമിഷം ജോസ്, ഞാൻ ഇടപെടുന്നു. കോട്ടയം MP ശ്രീ ഫ്രാൻസിസ് ജോർജ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, അവിടെ ഉണ്ടായ അപകടം എത്ര വലുതാണ് എന്നതാണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? അങ്ങ് അവിടെ സ്ഥലത്തുണ്ടോ? ഇല്ല, ഞാൻ സ്ഥലത്തില്ല. ഞാനിപ്പോ മേലുകാവ് സൈഡാണ്, തൊടുപുഴ മേലുകാവ് ഏരിയയിലാണ്. ഞാനൊരു പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എനിക്ക് കൃത്യം വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഞാൻ വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. അവിടെ ആളപായമൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേർക്ക് പരിക്കെന്നാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. എന്നാണെങ്കിലും വളരെ നിർഭാഗ്യകരമാണ്. ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് തകർന്നു വീഴുക എന്ന് പറയുമ്പോൾ ഇത് എത്ര കാലപ്പഴക്കമുണ്ട്, എന്നത്തെയാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പൊതുവിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. നമ്മുടെ ഈ വളരെ പഴക്കം ചെന്ന ബിൽഡിംഗ് ആണോ ഇത്? എനിക്കറിയില്ല, കൃത്യം അറിയില്ല. എനിക്ക് അതിന്റെ വിവരം കിട്ടില്ല. ഞാൻ കൃത്യം അന്വേഷിച്ചിട്ട് വേണമല്ലോ അതേക്കുറിച്ചൊരു അഭിപ്രായം പറയാനായിട്ട്. അല്ല, ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടു, പഴക്കം ചെന്ന ബിൽഡിംഗ് ആണ്, അടച്ചിട്ടിരുന്നതാണ്, അത് പുതിയ ബിൽഡിംഗ് പണിഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനിരുന്നതാണ്, ഉപേക്ഷിക്കാനിരുന്നതാണ്. പക്ഷെ ഉപേക്ഷിക്കാനിരുന്ന ബിൽഡിങ്ങിനകത്തും ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽപ്പെട്ട 2 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ അവിടെ നിന്നും കൂടുതൽ ആളുകളെ മറ്റു കെട്ടിടത്തിലേക്ക് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപകട സാധ്യതയുള്ള ഒരു കെട്ടിടത്തിൽ ആളുകളെ, പ്രത്യേകിച്ച് രോഗികളെ പാർപ്പിക്കുക എന്ന് പറയുമ്പോൾ ആരെയും പാർപ്പിക്കാൻ പാടില്ലല്ലോ, പ്രത്യേകിച്ച് രോഗികളുടെ കാര്യത്തിൽ ഒട്ടും പാടില്ല. അങ്ങനെ ചെയ്തത് അത് കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. പുതിയ കെട്ടിടം പണിതിട്ടുണ്ട്, അങ്ങോട്ട് എത്രയും വേഗം മാറ്റുക ആയിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ അപകട സാധ്യത മുൻകൂട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്നതാണ്, പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഇതിനൊക്കെ അപകട സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും അവിടെ രോഗികളെ പാർപ്പിക്കാൻ പാടില്ലായിരുന്നു. അതെന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിച്ചിട്ട് വേണ്ട നടപടിയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ല. എന്താണെങ്കിലും ഞാൻ അതേക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചതിന് ശേഷം പ്രതികരിക്കാം. നന്ദി ശ്രീ ഫ്രാൻസിസ് ജോർജ് MP പ്രതികരിച്ചതിന്. എന്തായാലും വലിയ അനാസ്ഥ അവിടെ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഉപേക്ഷിക്കാനിരുന്ന കെട്ടിടമായാലും പഴയ കെട്ടിടമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു, ആ ശുചിമുറി അടക്കം ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ആ ശുചിമുറിയുടെ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾക്കാണ് പരിക്കേറ്റത് എന്ന് പ്രതികരണങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ആ ബിൽഡിങ്ങിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. പൊളിഞ്ഞതിന് പിന്നാലെ ആ ബിൽഡിങ്ങിലെ ആളുകളൊക്കെ മറ്റു ബിൽഡിങ്ങിലേക്ക് മാറ്റിയതായുള്ള വിവരങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇടിഞ്ഞു പൊളിയാൻ സാധ്യതയുള്ള ബിൽഡിങ്ങിനുള്ളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും അടക്കം ഉണ്ടായിരുന്ന ആ സമയവും എന്നത് അങ്ങേയറ്റം ഗുരുതരമായ അപകടകരമായ യാഥാർത്ഥ്യമാണ്. തീർച്ചയായും നടന്നിരിക്കുന്നത് വലിയ വീഴ്ചയും അനാസ്ഥയുമാണ്. എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ പരിശോധനയും അന്വേഷണവും നടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്തായാലും ആശ്വാസകരമായൊരു കാര്യം, 2 പേർക്ക് മാത്രമാണ് പരിക്കേറ്റത്. അതിൽ ഒരാൾ ഒരു കുട്ടിയാണ്. പരിക്ക് ഗുരുതരമല്ല എന്നതുകൂടി മനസ്സിലാക്കുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി VN വാസവനൊപ്പം ആരോഗ്യവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി വീണ ജോർജ് ഉടൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയും VN വാസവനും ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ കാര്യം അത് ഉപയോഗശൂന്യമായി അടച്ചിട്ടിരുന്നൊരു കെട്ടിടമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഉപയോഗശൂന്യമായ അടച്ചിട്ടിരുന്ന മാറ്റാനിരുന്ന കെട്ടിടത്തിനകത്തെങ്ങനെ ആളുകൾ ഉണ്ടായി എന്നുള്ളത് ആരോഗ്യവകുപ്പ് തന്നെ മറുപടി പറയേണ്ട വലിയ ഗുരുതരമായ അനാസ്ഥയാണ്. എന്തായാലും സമീപകാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിന്റെ ഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതും അതിനകത്ത് 2 പേർ പെട്ട് അവർക്ക് പരിക്കേറ്റതും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ജോസി ബാബു തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ജോസി, ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കിക്കൊണ്ട് അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നേരത്തെ കണ്ടിരുന്നു. ആ പരിശോധനയും അന്വേഷണവും ഇപ്പോൾ പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു. ഈ 2 പേരുടെ പരിക്ക് എത്ര കണ്ട് സാരമുള്ളതാണ്? അവരിപ്പോൾ എവിടെയാണ് ഉള്ളത്? തന്നെയാണ് ചികിത്സയിലുള്ളത്. ഗുരുതരമല്ല എന്നതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. കാഷ്വാലിറ്റിയിൽ തന്നെയാണ് ചികിത്സയിലുള്ളത്. പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെയും ഉന്നത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ വീണ്ടും ഇവിടെ പരിശോധന നടക്കുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകളുണ്ട് ഇല്ല എന്നുള്ളത് പ്രാഥമികമായി വിലയിരുത്തുമ്പോഴും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കി പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് ഫയർഫോഴ്സ് അധികൃതർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ കടക്കുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകളുടെ പേരുകൾ വിളിച്ച് അല്ലെങ്കിൽ ആളുകളുണ്ടോ എന്നുള്ള കാര്യം ശബ്ദമുയർത്തി അവർ ചില ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു.
അത് കൂടാതെ തന്നെ ഇനി ഈ കെട്ടിട അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ആശ്വാസകരമായി നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്ന വിവരം പ്രാഥമികമായി 2 പേർക്ക് മാത്രമാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഗുരുതര സ്വഭാവത്തിലുള്ള പരിക്കുകളല്ല ഇവർക്ക് ഏറ്റിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 10:45 കൂടിയാണ് ഈ 14-ാം വാർഡിന്റെ ശുചിമുറിയുടെ ഒരു ഭാഗം അടർന്ന് വീണത്. പൂർണ്ണമായും താഴേക്ക് പതിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 2ാമത്തെ നിലയിലെയും 1ാമത്തെ നിലയിലെയും ഭാഗങ്ങൾ പൂർണ്ണമായും താഴേക്ക് പതിച്ചു. ശുചിമുറി ഇരിക്കുന്ന ഭാഗമായിരുന്നു. ആ ഭാഗത്തെന്നാലും ആ സമയത്ത് 14 വയസ്സുകാരിയും മറ്റൊരു പുരുഷനും ഉണ്ടായിരുന്നു. ശുചിമുറി ഉപയോഗത്തിനായി എത്തിയ ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആശുപത്രി അധികൃതരും മന്ത്രി വീണ ജോർജും അടക്കം പങ്കുവെക്കുന്നത് ഈ കെട്ടിടം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഇത് ഉപയോഗിക്കുന്നില്ല എന്നതാണ് മന്ത്രിയുടെയും സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഒക്കെയും അവകാശവാദം. പക്ഷേ അത് പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അവർ ശുചിമുറി ഉപയോഗത്തിനായാണ് ഇവിടെ എത്തിയതും കൂടുതൽ ആളുകൾ ഈ വാർഡിൽ ഉണ്ടായിരുന്നു എന്നതും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അനുബന്ധമായി ഈ വാർഡുമായി ചേർന്ന് ഉള്ള 11, 10 വാർഡുകളിലേക്ക് അടക്കം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പുതിയൊരു ബ്ലോക്ക് പണി കഴിപ്പിച്ചതിൻ്റെ ഫിറ്റ്നസിൻ്റെ പരിശോധനകളടക്കം പൂർത്തിയായി. മന്ത്രിതല അവലോകനം കഴിഞ്ഞ ആഴ്ചകളിൽ പൂർത്തിയായിരുന്നു. എന്തായാലും അവിടേക്ക് ആളുകളെ മാറ്റി പുതിയ ബ്ലോക്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായതെന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം. അപ്പോഴും നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നത് കാഷ്വാലിറ്റി വളരെ കുറവാണ്. ഇത്രയും വലിയ അപകടമുണ്ടായിട്ടും 2 പേർക്ക് മാത്രം പരിക്കേറ്റത് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഇക്കാര്യം അന്വേഷിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് അതോടൊപ്പം തന്നെ ജില്ലയുടെ ചുമതലയുള്ള മണ്ഡലത്തിൻ്റെ മന്ത്രിയായ VN വാസവനടക്കം ഇവിടെ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയും സൂപ്രണ്ട് ജയകുമാർ അതോടൊപ്പം ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കമുള്ളവർ ഈ പരിശോധനയ്ക്ക് എത്തി. എന്തായാലും ഇനി ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ടത്. അവരിപ്പോൾ കാഷ്വാലിറ്റിയിൽ തന്നെ ചികിത്സയിൽ ഉണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവരുടെ പേര് വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പങ്കുവെക്കുവാൻ കഴിയും. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഈ മെഡിക്കൽ കോളേജിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും അടങ്ങിയിട്ടില്ല. അവർ ഇവിടെ ഉണ്ട്. അവർ ഇനി പൂർണ്ണമായും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്തുള്ളൊരു പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ജോസി, വളരെ പഴക്കം ചെന്നൊരു കെട്ടിടമാണോ ഇത്? ഒരു അപകട ഭീഷണി നേരത്തെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം കൂടിയാണ്. സമീപ കെട്ടിടങ്ങളിൽ വാർഡുകൾ പ്രവർത്തിക്കുന്ന 10, 11 കാരണം ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തിലേക്ക് വഴിവെച്ചതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. അക്കാര്യം മന്ത്രിമാരും സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലം കെട്ടിടം മാറ്റി മറ്റൊരു കെട്ടിടത്തിൽ പുതിയ ബ്ലോക്കിലേക്ക് ഈ വാർഡിന്റെ 14-ാം വാർഡിന്റെ അടക്കം പ്രവർത്തനം മാറ്റുന്നതിനുള്ള തീരുമാനമായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങളും പൂർത്തിയായിരുന്നു, കെട്ടിടത്തിന്റെ നിർമ്മാണവും പൂർത്തിയായിരുന്നു. അതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. കാലപ്പഴക്കം തന്നെയാണ് ഈ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ കെട്ടിടത്തിൽ നിന്ന് പൂർണ്ണമായും ആളുകളെ മാറ്റുകയും കെട്ടിടത്തിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മന്ത്രി അടക്കം പറഞ്ഞതുപോലെ പൂർണ്ണമായും ഇത് കെട്ടിടം അടച്ചിട്ട് ക്ലോസ് ചെയ്ത വാർഡായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അല്ലെങ്കിൽ അത് വസ്തുതാപരമായി തെറ്റാണ് എന്നത് തെളിയിക്കുന്നതാണ് ഈ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റത്. കാരണം ഇവിടെ ആളുകൾ ഈ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ശുചിമുറി കെട്ടിടം അടക്കം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. 14-ാം വാർഡിൽ ചികിത്സയിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയും അപകടത്തിൻ്റെ ഈ ഇത്തരത്തിൽ ഇത് കെട്ടിടം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്നുള്ള വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ്. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ അപകടത്തിൻ്റെ ഏറ്റവും ആശ്വാസകരമായ കാര്യം. എന്തായാലും ദൃശ്യങ്ങൾ അതിഭീകരമാണ്. ഇരുനില കെട്ടിടത്തിൻ്റെ 2 നില ഭാഗം പൂർണ്ണമായും തകർന്ന് താഴേക്ക് പതിച്ചിരിക്കുന്നു. അതിൻ്റെ ശുചിമുറിയുടെ ഒരു ഭാഗമാണ് ഇത്തരത്തിലിങ്ങനെ പൂർണ്ണമായും താഴേക്ക് പതിച്ച് അപകടമുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വീൽ ചെയറും അതോടൊപ്പം സ്ട്രക്ചറും അതോടൊപ്പം ആശുപത്രി സാധന സാമഗ്രികളും ആളുകളുടെ തുണി അടക്കമുള്ള കാര്യങ്ങൾ കാണാം. കൂടുതലും ആളുകൾ ഇത് ഈ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ട് എന്നത് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിലെ കാഴ്ചകൾ. എന്തായാലും ഇനിയിപ്പോൾ കാഷ്വാലിറ്റിയിൽ ചികിത്സയിലുള്ള
ആളുകളെ കാണാൻ മന്ത്രിമാർ അവിടേക്ക് പോയിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. എന്തായാലും അവരുടെ പരിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ള അല്ല എന്നതാണ് ഏറെ ആശ്വാസകരം. എന്തായാലും ഇത് സംബന്ധിച്ച് ഗൗരവതരത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാവിലെ 10:45 കൂടിയാണ് ഈ അപകടമുണ്ടായത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമേഖല അവലോകന യോഗം നടക്കുന്നതിനാൽ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ സംഭവ സ്ഥലത്ത് ഈ തൊട്ടടുത്ത് തന്നെ ഏറ്റുമാനൂർ തെള്ളകത്തെ സ്വകാര്യ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നു. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ മന്ത്രിമാരടക്കമുള്ള വലിയ സംഘം, ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ഇവിടേക്ക് എത്തുകയായിരുന്നു. എന്തായാലും പരമാവധി വേഗത്തിൽ അവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ രക്ഷാപ്രവർത്തനം നടത്തുവാനും കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളോട് പ്രതികരിച്ച രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആൾ പറഞ്ഞതുപോലെ ഒരു 14 വയസ്സുകാരി പെൺകുട്ടി എഴുന്നേൽക്കാൻ കഴിയാതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്തി. കൂടാതെ മറ്റൊരാൾ, ഒരു പുരുഷനാണ് അപകടത്തിൽ പരിക്കേറ്റതെന്നുള്ള വിവരമാണ് പിന്നീട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ള അല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തായാലും ഇപ്പോഴും ഇവിടെ ഈ സമാന്തരമായി ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ഈ വാർഡിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ പങ്കുവെക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ അപകടമുണ്ടായ 14-ാം വാർഡിൻ്റെ ഒരു ഭാഗത്തെ ബീം തകർന്ന് ഈ മറ്റൊരു ഭിത്തിയും തകർന്നിട്ടുണ്ട്. നമുക്ക് ആ കെട്ടിടത്തിനകത്തേക്ക് പോകാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ പങ്കുവെക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നു. ആ ബീം തകർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ശുചിമുറിയുടെ കെട്ടിടത്തിൻ്റെ മറ്റൊരു ഭിത്തി, ഈ വാർഡിൻ്റെ മറ്റൊരു ചുമരും ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. ആ 14-ാം വാർഡിലേക്ക്. ചേട്ടൻ ഈ വാർഡിൽ വന്നതാണോ? ഒരു നിമിഷം ജോ,